സോഷ്യൽ മീഡിയ താരം അഖിലൻ നായരുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്നുള്ളതാണ് 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്ന വാർത്ത. ഇതൊരു സത്യമാണോ അതോ വെറുതെ പറയുന്നതാണോ എന്നുള്ളത് ഇതുവരെയും ഈ പറയുന്ന അഖിലൻ നായരുടെയോ അല്ലെങ്കിൽ അഖിലൻ നായരുടെ ഭാര്യയോ വന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാവരും പറയുന്നു ഇത് സത്യമാണെന്നുള്ളത്. അവരുടെ നാട്ടുകാർ പറയുന്നത് സത്യമാണെന്നുള്ളത്, അവരുടെ കൂട്ടുകാർ പറയുന്നത് സത്യമാണെന്നുള്ളത്. അപ്പോൾ എന്തിരുന്നാലും ഇവർ രണ്ടുപേരും വന്ന് പറയാത്തിടത്തോളം കാലം നമുക്ക് ഒരിക്കലും ഇത് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയ ആണ്, എന്തും പറയാം, ആർക്കും പറയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഇതുവരെയും വന്നിട്ട് ഇവർ രണ്ടുപേരും പറയാത്തത് കൊണ്ട് തന്നെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് യാതൊരു മാർഗ്ഗവുമില്ല. ഇല്ല പിന്നെ പോലീസ് സ്റ്റേഷനിലെല്ലാം വിളിച്ച് അന്വേഷിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളതിന് വേണ്ടി നിന്നിട്ടുമില്ല. കാരണം മറ്റുള്ളവരുടെ വീഡിയോ കണ്ടിട്ടുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ. പിന്നെ CCTV വിഷ്വൽസ് അതും ഇതൊക്കെ വെച്ചിട്ടുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ. അപ്പം ഈ വന്നിരിക്കുന്ന വാർത്തകളുടെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകളും ചില ആളുകളുടെ, ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളെപ്പോലെ ഡയലോഗ് അടിക്കുന്നവരുടെ വീഡിയോയിലെല്ലാം പറയുന്ന ചില കാര്യങ്ങൾ കാണുമ്പം രണ്ടെണ്ണം പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ പറയുന്ന വ്യക്തിയുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. ഒരു ബസ് കണ്ടക്ടറോ ബസ് കിളിയോ ആരുടെ കൂടെയാണ് ഒളിച്ചോടിപ്പോയത്. അപ്പം വരുന്ന കമൻറ്റ് ഇവനെ കൊള്ളാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അഖിലൻ നായർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ശരിയല്ലാത്തത് കൊണ്ടാണ്, അവനെ എന്താ പറയുക, അവനെ കൊള്ളാത്തത് കൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കുറേ കമൻറ്റുകളും കുറച്ച് പേരുടെ അവിടെ ഇവിടെയും തൊടാത്ത കുറച്ച് വീഡിയോസും കണ്ടു. അതായത് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയാണ് പറയുന്നത്. ആ വ്യക്തി പറയുന്നത് ഇങ്ങനെയാണ്, അതായത് വീഡിയോ ചെയ്യുന്ന ആൾ പറയുന്നത് ഇങ്ങനെയാണ്: അവൾ പോയത് ഭയങ്കര മോശമാണ്, പക്ഷേ അവൾ പോകാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അതാരാണെങ്കിലും ഇങ്ങനെ ആയിപ്പോകും. അങ്ങനെയാണ് ഡയലോഗ് അടിക്കുന്നത്. എന്ത് തേങ്ങയാണെങ്കിലും, എന്ത് മലമറിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പോയതെങ്കിൽ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റൂല മക്കളെ, ന്യായീകരിക്കാൻ പറ്റൂല. നിങ്ങളിപ്പോൾ എന്ത് തേങ്ങയാണ്, ഓക്കെ, അഖിലൻ നായർ അവളെ രാത്രി ഇടിച്ചിടിച്ചിടിച്ച് പകം വരുത്തുന്ന അല്ലെങ്കിൽ പദം വരുത്തുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ പോലും ഈ ഒളിച്ചോടി പോകുന്നത് അത്ര നല്ല പരിപാടിയല്ല. അതും കല്യാണം കഴിഞ്ഞ് വീട്ടുകാരുമായിട്ട് ഒത്തൊരുമിച്ച് യാതൊരു പ്രശ്നമില്ലാണ്ട് പോകുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോകാമെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒളിച്ചോടാൻ വേണ്ടി നിൽക്കുന്നതിൻ്റെ പകുതി ധൈര്യം പോലും വേണ്ട ഒരു ഡിവോഴ്സിന് കൊടുത്തിട്ട് നേരായ രീതിയിൽ പോയിട്ട് ഒഴിവാക്കിയിട്ട് വീട്ടിൽ പോകുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ പോകുന്നത്. അതിന് പകരം ഒന്നുമല്ല, ഈ ഒളിച്ചോട്ടെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സ്ഥിരം പരിപാടിയാണ്. അതായത് കല്യാണം കഴിഞ്ഞ് മക്കളുള്ളവർ വരെ ഒളിച്ചോടി പോകുന്ന കാലമാണിത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലായതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയ റീച്ചായത്. അതുകൊണ്ട് ഈ ഒളിച്ചോട്ടെന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ ഒളിച്ചോടുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക, മര്യാദയ്ക്ക് നേരെ വന്ന് ബന്ധം വേർപ്പെടുത്തിയതിന് ശേഷം ഒളിച്ചോടാൻ വേണ്ടി പോവുക. ഇല്ലെങ്കിൽ ആ പാവം ചങ്ങായി ഇപ്പം അനുഭവിക്കുന്ന വേദന എന്താണെന്നുള്ളത് അത് സ്വന്തമായിട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. പലരും അതിൻ്റെ അകത്ത് കമൻ്റെല്ലാം ഇട്ട് കണ്ടു, അയ്യോ അവൻ്റെ കിളി പോയി, അവൻ അങ്ങനെ ആക്കി, അവനങ്ങനെ ഇതിന് കണ്ടൻ്റ് ആക്കും. എൻ്റെ പൊന്നു മക്കളെ, സ്വന്തം വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ഒരു വേദന മനസ്സിലാവുള്ളൂ. അതായത് മറ്റുള്ളവരുടെ ഇത് കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചിരിക്കാനൊക്കെ തോന്നും, പക്ഷേ സ്വന്തമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കേസാണ്. അപ്പം അവനെ കളിയാക്കാൻ വേണ്ടിയിട്ട്, അവനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പോകുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഞാൻ 1-2 പേരുടെ വീഡിയോസ് കണ്ടു. വീഡിയോസിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൾ പോയത് തെറ്റാണ്, പക്ഷേ അവൾ പോകാനുണ്ടായിരുന്ന കാരണം എന്താണെന്ന് നമുക്കറിയില്ല. കാരണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ചില കാരണങ്ങൾ ഞാൻ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഉണ്ട്. ഇതിപ്പോൾ എന്ത് മലമറിക്കുന്ന കാരണമാണെങ്കിലും അവൻ ഒരു 10 പേരുടെ കൂടെ എന്താ പറയുക ചൊല്ലിക്കൊണ്ട് നടക്കുന്നവനാണെങ്കിൽ പോലും നേരായ അവൻ മാത്രമല്ല, ഇവരുടെ കുടുംബം എന്ന് പറയുന്നത്, ഇവരുടെ ഒരു ഫാമിലി ഉണ്ട്, അവളുടെ ഫാമിലി ഉണ്ട്, ഇവരെല്ലാം ബാധിക്കും ഈ സംഭവം, ഈ ഓട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ വന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും യാതൊരു കാര്യമില്ല. നേരായ രീതിയിൽ പറയുക, എടാ എനിക്ക് നിന്നോട്ട് ജീവിക്കാൻ വേണ്ടി പറ്റില്ല, ഞാൻ എന്നെ പോലെ പോവുകയാണ്, അന്തസ്സോടെ പോവുക, അതാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അല്ലാതെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഒരുത്തൻ്റെ ജീവിതവും നശിപ്പിച്ച് കരിയറും നശിപ്പിച്ചിട്ട് പോയിട്ട് അവളെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് യാതൊരു ഉളുപ്പുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, 1-2 പേരുടെ വേറെ വീഡിയോ ഉണ്ട്, പറയുന്നത് ഇങ്ങനെയാണ്: ആ ചങ്ങായി എൻ്റെ ഭയങ്കര ഫ്രണ്ടാണ്,
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിണ്ടുന്നതാണ്, നമ്മൾ ഒരുമിച്ച് ബൈക്കിൽ പോയതാണ്. നമ്മൾ ഭയങ്കര ക്ലോസാണ്. ഞാൻ അവനെ വിളിച്ചു സംസാരിച്ചു, എന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ ഈ വീഡിയോ ചെയ്യും എന്നുള്ളത്. എന്ത് ഫ്രണ്ട്സടോ, എന്ത് ഫ്രണ്ട്സ്? ശരിക്കും ആത്മാർത്ഥമുള്ളൊരു ഫ്രണ്ടാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. സ്വന്തം ഫ്രണ്ടിനെ കുറിച്ച് വന്നിട്ട് ഇങ്ങനെ കണ്ടൻ്റാക്കി വീഡിയോ ചെയ്യുമോ? എൻ്റെ ആരുമല്ല, അഖിലന്നാടി എന്ന് പറയുന്നത് എനിക്കറിയില്ല. എനിക്ക് ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. എന്നെപ്പോലെ തന്നെ കുറേ പേരുണ്ടാവുമായിരിക്കും. അപ്പോൾ അവർ വന്ന് ഇതേപോലെ ഡയലോഗ് അടിക്കുന്നു അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നതിനോ നോ പ്രോബ്ലം. പക്ഷേ ഫ്രണ്ടാണ്, ഭയങ്കര പാവമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വന്നിരുന്നിട്ട് 20 മിനിറ്റുള്ള വീഡിയോ, 10-25 മിനിറ്റുള്ള വീഡിയോ മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ചുകൊണ്ട് കണ്ടൻ്റ് ആക്കുന്നത് ശരിയാണോ? നിങ്ങൾ പറ, ശരിയാണോ? ഇപ്പോൾ സ്വന്തം ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അത് ഭയങ്കര പാവമാണ്, ഭയങ്കര കമ്പനിയാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ ഭാര്യ ഒളിച്ചോടിയതിനെക്കുറിച്ച് കണ്ടൻ്റാക്കി വീഡിയോ ഇടുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ഇട്ട ചങ്ങായിൻ്റെ സ്വന്തം വീട്ടിലാരെങ്കിലും അല്ലെങ്കിൽ അത്രയും അടുത്ത, ഇതിപ്പോൾ ഫ്രണ്ടാണെന്ന് പറയുന്നില്ല, പക്ഷേ സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സ് ആയി കഴിയുമ്പം ഇതേപോലെ അവിടുന്ന് ഇവിടുന്നെല്ലാം കോൾ വരും, വല്ല ഗ്രൂപ്പിലും ആഡ് ചെയ്യും. എന്നിട്ട് അതാണ് ഫ്രണ്ട്ഷിപ്പ്. അത് വേറെ ഫ്രണ്ട്ഷിപ്പ്, ഡയറക്റ്റുള്ള ഫ്രണ്ട്ഷിപ്പ് വേറെ. ഇപ്പോൾ ഇവർ പറയുന്നത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക, ഈ സോഷ്യൽ മീഡിയയിലൂടെ ഫ്രണ്ട്ഷിപ്പ് ആകുന്നവരൊന്നും സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ആത്മാർത്ഥതയുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ല. ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ വിളിച്ച് ചോദിക്കും, എന്താണ് സംഭവിച്ചത്, എന്താണ് പറ്റിയത്, എന്താണ് ഇതായത്. എന്നിട്ട് സാരമില്ല കേട്ടോ എന്നാലും പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതേ സംഭവം വെച്ചിട്ട് ഈ ചങ്ങാനെ വിളിച്ച് അന്വേഷിച്ച സംഭവം വെച്ചിട്ട് വീഡിയോ ചെയ്യും. അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ട് അതിനെ വിശ്വസിക്കാൻ വേണ്ടി നിൽക്കണ്ട. സോഷ്യൽ മീഡിയയിലുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് സാധനങ്ങൾ ഒപ്പിക്കുക, അതാണ് ഇവർ ചെയ്യുന്നത്. ഫോൺ വിളിച്ച് അന്വേഷിക്കുന്നത് എന്തിനാണ്? കണ്ടൻറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് സംഭവം. ഫ്രണ്ടാണ് അതാണ് ഇതാണെന്നും പറഞ്ഞിട്ട് വരുന്നവർ ഫ്രണ്ട്ഷിപ്പും പരിപാടിയൊന്നും അല്ല, നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ വിളിക്കുന്നത്. പക്ഷേ ഇവർക്ക് സ്വന്തമായിട്ട് സ്വന്തം വീട്ടിൽ ഇതേപോലെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഇതേപോലെ കണ്ടന്റ് ആക്കുമോ? ഇവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഇൻബോക്സിലേക്ക് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അഖിലന്നാടിൻ്റെ വീഡിയോ ചെയ്യുക, അഖിലന്നാടിൻ്റെ വീഡിയോ ചെയ്യുക, അതാണ് ഇതാണ്. സ്വന്തം വീട്ടിലത്തെ കാര്യമാണെങ്കിൽ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതേപോലെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി നിൽക്കുമോ? ആളുകൾ പലരും ചോദിച്ചെന്ന് വിചാരിച്ചിട്ട് നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പം സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വെറും ഒരു മുഖംമൂടി മാത്രമാണ് എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എന്ത് ഫ്രണ്ട്ഷിപ്പാണ്, എന്ത് അടുപ്പാണെന്ന് പറഞ്ഞാലും ഒരു അവരുടെ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന നമ്മളെ പോലുള്ളവർ അല്ലെങ്കിൽ ഇവന്മാരെ പോലുള്ളവർ എന്തായാലും കണ്ടൻറ്റ് ചെയ്തിരിക്കും. അതിപ്പോൾ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യാതിരിക്കില്ല. ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, അയ്യോ വേണ്ട, അതിന് വിഷമമാകും, ഇപ്പം ഞാൻ കൂടി അവനെതിരെ വീഡിയോ ചെയ്ത്, അല്ല അവനെതിരെ എന്നല്ല, അവനെ വിഷമിപ്പിക്കുന്ന പോലെ ഒരു വീഡിയോ ചെയ്ത് ശരിയല്ല എന്നൊന്നും ചിന്തിക്കാൻ നിൽക്കൂല മക്കളെ, നിൽക്കൂല. അതങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സംഭവം ഇതേപോലെ നടന്നതാണെങ്കിലും നടന്നല്ലെങ്കിലും സോഷ്യൽ മീഡിയ എന്തായാലും ഇത് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ഇതേപോലെ കുറേ കള്ള ബഡുവന്മാരുണ്ട്, അതായത് കള്ള പിന്നെ ഫ്രണ്ട്ഷിപ്പും പറഞ്ഞ് വരുന്ന കുറേ ടീമുണ്ട്. പിന്നെ നാട്ടുകാർ കുറേ എണ്ണം ഇതേപോലെ വോയിസ് ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്തായാലും ആഘോഷമാണ്, മറ്റുള്ളവർക്ക് ആഘോഷമാണ്. നമുക്ക് വരുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം ഇതൊരു ആഘോഷം മാത്രമായിരിക്കും. അതുകൊണ്ട് ഒരാളെയും നമ്പി നിൽക്കണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വരുന്ന സമയത്ത് ഇന്നയാൾ വന്നിട്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്നത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, നമുക്ക് ഒരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് ഒരാളും വിചാരിക്കണ്ട. അത്ര തന്നെ. അപ്പോൾ എന്തായാലും അവന് എന്താ പറയുക, സഹിക്കാനുള്ളൊരു ശക്തി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അല്ലാണ്ട് ഇപ്പോൾ നമ്മളെന്താണ് പറയേണ്ടത്? എനിവേ, ഓക്കെ, അടുത്ത വീഡിയോ കാണാം.